രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സ്നേഹമുള്ളവരെ, നിത്യതയും സ്വർഗവുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്, കർത്താവിനോട്ടൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്ന അനേകം വ്യക്തികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ അത് പരിശീലിക്കണം. ഈശോ ഉണ്ട്, സ്വർഗമുണ്ട്. പാപമോചനവും നിത്യജീവനും രക്ഷയും നൽകുന്നൊരു ദൈവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയിൽ അപ്പം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നില്ലേ, സ്വർഗം നിറഞ്ഞ ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇത് പാപമോചനവും രക്ഷയും നിത്യജീവനും നൽകുന്നു. പാപമോചനവും രക്ഷയും നിത്യജീവൻ നൽകുന്നു. സ്വർഗം വേണോ? നിത്യജീവൻ വേണോ? കുർബാനയിൽ വന്ന് പങ്കെടുക്കുക. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്വർഗം. ഇവിടെ നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, മാലാഖമാർ ഒത്തുചേർന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ ആരാധിച്ച് അപ്പം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഈ ജീവിതത്തിന് മരണത്തോടുകൂടി അവൻ്റെ ജീവിതം നശിച്ചു പോകുന്ന ജീവിതമല്ല. അത് ആനന്ദത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ മാലാഖമാരോടൊത്ത് നിത്യം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ഈ ദേവാലയത്തിൽ വെച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സ്വർഗത്തിൽ കിട്ടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. സ്നേഹമുള്ളവരെ, മാലാഖമാരുടെ അപ്പമാണ് നമുക്കിവിടെ തരുന്നത്. മാലാഖമാർക്ക് അപ്പമുണ്ട്, സ്വർഗത്തിൽ അപ്പമുണ്ട്. അത് ഇവിടെ നമുക്ക് നൽകുക. പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ തിരുശരീരമാവുന്ന അപ്പത്തെ തരിക. എന്നിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവദൂതന്മാരുടെ അപ്പം അവർക്ക് നൽകി അവരുടെ അധ്വാനം കൂടാതെ. നമുക്ക് ഇവിടെ വന്ന ഒരു അപ്പം ഉണ്ടാക്കാൻ അധ്വാനിക്കണോ? നമുക്ക് വേണ്ടി കർത്താവ് തരികയാണ്, അപ്പം തരിക. നമ്മുടെ ഒരു അധ്വാനമില്ല. ഒറ്റ കാര്യമുള്ളൂ, 1-2 ചുവട് വെച്ചൊന്ന് ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. നിത്യജീവൻ്റെ അപ്പമാണ് തരുന്നത്. അതുകൊണ്ട് ഈ കൺവെൻഷൻ്റെ അവസാനത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, നിത്യജീവൻ വേണമെങ്കിൽ ഈ അപ്പം സ്വീകരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. വീണ്ടും ഈശോ പറയുന്നുണ്ട്, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന നിസ്സാരമായൊരു കാര്യമല്ല. മാലാഖമാരുടെ അപ്പം സ്വർഗത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്, വചനം പറയുകയാണ്, ഓരോരുത്തർക്കും ആസ്വാദ്യകരമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. നമ്മോടുള്ള വാത്സല്യമാ, ദൈവത്തിൻ്റെ കരുതലാ, ദൈവത്തിൻ്റെ കരുണയാ ഈ അപ്പം നമുക്ക് തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ കടന്നുറങ്ങും. ഇതിൻ്റെ വില അറിയാതെ നമ്മൾ കടന്നുറങ്ങും. ഇതിന് പുറംതിരിഞ്ഞു നിന്നാൽ എങ്ങനെ സ്വർഗത്തിൽ പോകും? അവിടെ ചെന്ന് ഈ അപ്പം ഭക്ഷിക്കേണ്ടി വരാം. മാലാഖമാരെ അപ്പം ഭക്ഷിക്കണമെങ്കിൽ ഇവിടെ അപ്പം ഭക്ഷിക്കാൻ വരാതെ മടി പിടിച്ച് വീട്ടിൽ കിടക്കുന്നവൻ ഇവിടെ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, സ്വർഗത്തിൽ മാലാഖമാരുടെ ഭാഷ ഹല്ലേലൂയ. മാലാഖമാരുടെ ഭാഷ ഹല്ലേലൂയാണ്. ഈ ഹല്ലേലൂയ പറയും ഇവിടെ മടി കാണിക്കുമ്പോൾ. അതുപോലെ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നവർ എങ്ങനെ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കും? സ്വർഗത്തിലുള്ള ആ മാലാഖമാരുടെ ദൈവത്തെ ആരാധിക്കുന്ന ഈ ആരാധനയിൽ എങ്ങനെ നമ്മൾ പങ്കെടുക്കും? നമ്മൾ ചിന്തിക്കണം പൊന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവനെ അതിരാവിലെ ഏറ്റുവരാൻ പറ്റുള്ളൂ.
സ്വർഗത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ അത് അധ്വാനിക്കും, അതിനുവേണ്ടി അധ്വാനിക്കും. നമ്മുടെ മക്കൾ ഓരോ സ്ഥലത്ത് പോയി ഓരോ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. അതിൻ്റെ നാലിൽ ഒരംശം നമ്മൾ ആത്മീയതയ്ക്ക് വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആത്മീയത നടന്നു പോകില്ല. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ പരിശീലനത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വേർവാ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നവരാണ്. ഞാനും 25 വർഷം വികാരിയായിരുന്നു, അതെനിക്കറിയാം. പക്ഷേ എങ്കിലും നമുക്ക് കുറവുകളുണ്ടെന്നുള്ള സത്യം. വേദപാഠ ക്ലാസ്സിൽ അല്പസമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുട്ടി പഠിക്കട്ടെ എന്ന് പറയും. ഏത് സ്കൂളിലെ പഠിക്കട്ടെ എന്ന് പറയും. എൻട്രൻസ് ഉണ്ട്. ഞാൻ ഒരു പള്ളി വികാരിയായിരിക്കുന്ന സമയത്ത് 5 മണിക്ക് കാണാം അമ്മ വണ്ടിയിൽ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്നറിയാമോ? ട്യൂഷന് കൊണ്ടുപോവുകയാണ്. ഒരു ട്യൂഷൻ കഴിഞ്ഞ് മാത്സിൻ്റെ കഴിഞ്ഞ് 7 മണിക്ക് അടുത്ത ട്യൂഷൻ, അത് കഴിഞ്ഞ് വേറൊരു ട്യൂഷൻ. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ടിഫിനെല്ലാം കൂടി കൊടുത്തു വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് പോവുക. അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ. 2 ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ 9 മണി. പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിടത്തും എത്തിയിട്ടുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അനേകം ആത്മാക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് 1917 മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യം ഇതാ, അനേകം ആത്മാക്കൾ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, ജപമാലയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ വഴി നനയാരും മാറിപ്പോകില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യജീവിതം എന്ന് പറയുന്നത് മാമോദീസായിലൂടെ തുടങ്ങുന്നതാ. യുവജന മതബോധന ഗ്രന്ഥം യൂക്കാറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്. 156 ഖണ്ഡികയിൽ പറയുന്നത് മാമോദീസായോടുകൂടി തുടങ്ങുന്നതാണ് നിത്യജീവൻ. അത് മരണത്തിലൂടെ തുടരുന്നു, അതിന് അവസാനമില്ല. അപ്പോൾ മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യജീവൻ അവകാശിയാണ്. അത് മരണത്തിലൂടെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പം നിത്യജീവിതം നമുക്ക് നേടിയെടുക്കാൻ, ദൈവത്തോടൊപ്പമുള്ള നിത്യജീവിതം നേടിയെടുക്കാൻ ആത്മാവിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന CCCയിൽ 1020 ഖണ്ഡികയിൽ അതുകൊണ്ട് നിത്യജീവിതത്തെക്കുറിച്ച് വീണ്ടും പറയുന്ന കാര്യം ഇതാ, ഈശോയെപ്പോലെ ക്രൈസ്തവൻ്റെ മരണവും ക്രിസ്തുവിലേക്കുള്ള പിതാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാം. മരണമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാം. തൻ്റെ മരണത്തെ ഈശോയുടെ മരണവുമായി താതാത്മ്യപ്പെടുത്തുന്ന, ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ മരണത്തിലൂടെ ഈശോയിലേക്കുള്ളൊരു ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനവുമായി അവൻ്റെ മരണം മാറുന്നു എന്ന് പറയുകയാണ്. അപ്പം ഈശോയോടൊത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മരണം ഈശോയോടൊപ്പമാണെങ്കിൽ നിത്യജീവിതത്തിൽ അവൻ ഈശോയോടൊപ്പം പ്രവേശിക്കും. അതുപോലെ നിത്യജീവിതം അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കും ഈശോയോടൊപ്പം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രൈസ്തവമായ പ്രാർത്ഥനയിൽ മരണത്തെക്കുറിച്ച് പ്രാർത്ഥനയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ കൊണ്ടുപോവുകയല്ല മരണത്തിൽ സംഭവിക്കുന്നത്. ജീവൻ കൊണ്ടുപോവുകയല്ല, നഷ്ടപ്പെട്ടു പോവുകയല്ല, മറിച്ച് ജീവൻ രൂപാന്തരപ്പെടുക, ദൈവത്തിലേക്കുള്ളൊരു രൂപാന്തരീകരണമാണ്. നമ്മുടെ ഈ ഭൂമിയിലെ വാസസ്ഥലം നശിപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ശാശ്വതമായ ഒരു വീട് ദൈവം നമുക്ക് തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നേടാൻ പോവുക. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു രൂപാന്തരീകരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2005 ഏപ്രിൽ മാസം 5-ാം തീയതി നിര്യാതനായി നമുക്കറിയാം സ്വർഗത്തിലേക്ക് ഈ ലോക ജീവിതം അവസാനിപ്പിച്ചു പോയി. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കണ്ട അന്ത്യ ഉപചാരങ്ങളെല്ലാം അർപ്പിക്കാൻ വേണ്ടി വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഏതാണ്ട് 12ഓളം ലൈൻ 3 ദിവസമായിട്ട് ഇങ്ങനെ 5 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനസമുദ്രം മുഴുവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജനസമുദ്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇറ്റാലിയൻകാരൻ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞത് ഇറ്റാലിയൻ TV-യിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അതെന്ന് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അതിങ്ങനെയാണ്, ഒരു ചെറുപ്പക്കാരൻ ഈ ലൈനിൽ നിന്ന് അവനിങ്ങനെ വിളിച്ചു പറയാം, പാപ്പായുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അന്ത്യവിചാരം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ 12ഓളം ലൈനിൽ 5 കിലോമീറ്റർ നീളത്തിൽ ആ ലൈനിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുക, പ്രിയപ്പെട്ട പാപ്പ അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ
മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കന്മാർക്ക് അന്വേഷണം കൊടുക്കണമേ എന്ന് പറയുക. പ്രിയപ്പെട്ട പാപ്പ അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കന്മാർക്ക് അന്വേഷണം കൊടുക്കണം. സ്നേഹമുള്ളവരെ, ഇറ്റലിയിലുള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, അവന് സ്വർഗത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട്, അവന് അതിനെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്, സ്വർഗമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. വിശുദ്ധ മോനിക്ക പുണ്യവതി മരിക്കുമ്പോൾ മകൻ ഹിപ്പോയിലെ മെത്രാനാണ് ആഗസ്തീനോസ് മരിക്കുന്നതിന് മുമ്പ് ഈ അമ്മയോട് ചോദിക്കുക, അമ്മ എവിടെ അടക്കണ്ടേന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് വല്ല ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എവിടെ വേണം, ഏത് പള്ളിയിൽ അടക്കണം, എവിടെ വേണം? അപ്പോൾ ഈ അമ്മ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞു, എൻ്റെ മോനെ നീ എവിടെ വേണേലും അടക്കിക്കോ, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ആൾത്താരിയിൽ ബലിയർപ്പിക്കുന്ന ഓരോ ബലിയിലും എന്നെ ഒന്ന് ഓർത്തേക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം എന്ന് പറയാം. ആൾത്താരിയിൽ ബലിയർപ്പിച്ച് നീ കർത്താവിനെ ആരാധിക്കുമ്പോൾ നീ ആ ബലിയിൽ എന്നെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവർ, അതല്ല നമ്മളിവിടെ അനുസ്മരണ ബലിയിലും ഓരോ വിശുദ്ധ കുർബാനയിലും മരിച്ചവരെല്ലാം നമ്മൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മളൊന്ന് ഓർത്തുകൂടെ? നമ്മുടെ ഇടവിൽ നിന്ന് മരിച്ചുപോയവരൊന്ന് സമർപ്പിച്ചുകൂടെ? ഓരോ ബലിയിലും ശുദ്ധീകരാത്മാക്കൾക്ക് മോചനം കിട്ടാൻ വേണ്ടി ബലിയുടെ ആരംഭത്തിൽ അനേകം നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കൂടെ നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ ഓരോ സ്ഥലത്തും ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് പണ്ടേ കിട്ടിയൊരു ബോധ്യമാണ്, കുരിശിന് വഴിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ നിയോഗം അതാണ്. കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും കഴിഞ്ഞ തലമുറയിൽ നിന്ന് മരിച്ചുപോയവർ, അപ്പൻ അമ്മ, അവരുടെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് മരിച്ചുപോയവർ, ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ തലമുറകൾ, കഴിഞ്ഞ തലമുറകൾ, ശുദ്ധീകരണ സ്ഥലത്തുള്ള സകല തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, സകല മരിച്ചു വിശ്വാസികളും സ്വർഗത്തിൽ ദൈവം അവരുടെ പാപം ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പലതും തീരും. നമ്മുടെ പ്രാർത്ഥന വഴി ബലിയർപ്പണത്തിൽ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ തലമുറയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വർഗത്തിലെത്തിയാൽ അവരാദ്യം മധ്യസ്ഥം വഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ പോവുമോ? ദൈവത്തോട് ആദ്യം അവർ പറയുന്നത് നമ്മുടെ കാര്യമാണ് പറയുന്നത്. ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പല വിശുദ്ധിലൂടെ വെളിപ്പെടുത്തിയതിൻ്റെ അതെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന വഴി സ്വർഗത്തിലെത്തുന്നവർ ആദ്യം പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയാണ്. നിരന്തരം നമ്മൾ സ്വർഗത്തിലെത്തുന്നവരെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നിത്യരക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാത്ത അനേകം വ്യക്തികളുമുണ്ട്. അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിലകിതത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിലെ 7-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവളെ നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാവ് എന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞത്. നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാവ്. റാഹാവാര ഒരു വേശ്യയാണ്. നിശ്ചലയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്തിന് ശക്തിയോ ദൈവത്തെക്കുറിച്ചൊരു ചിന്തയോ കടന്നു വരാതെ, ഒരു മാനസാന്തര ജീവിതം നയിക്കാതെ, ആ ജീവിതത്തിൽ ഇപ്പം കഴിയുന്ന പാപ ജീവിതത്തിൽ ആര് കഴിയുന്നുണ്ടോ, ഈ ബൈബിൾ കൺവെൻഷനിൽ വന്നിട്ടും ഒരു വ്യത്യാസവുമില്ലാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ദൈവം വിളിക്കുന്ന പേരാണ് നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാവ് എന്ന് പറഞ്ഞാൽ നിശ്ചലയായിട്ടിരിക്കുന്ന ഒരു വേശ്യ. റാഹാവ് വേശ്യയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. ദൈവവചനം പറയാം, നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാവ് അരകലിനെ കാട്ടി പിടിച്ചു എന്നൊക്കെ പറയില്ലേ, വല്ല അനങ്ങുമോ? എന്നിട്ട് 1 മുതലുള്ള വചനത്തിൽ പറയുക, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 1 മുതൽ വചനത്തിൽ ദൈവവചനത്തെ നിരാകരിക്കുന്നവർ, വചനത്തെ നിരാകരിക്കുന്നവർ, ദൈവത്തെ നിരാകരിക്കുന്നവർ, സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരെക്കുറിച്ച് വിളിക്കുന്ന പേര് ഇതാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും അങ്ങനെ പാപം ചെയ്തു കൂട്ടുന്ന അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അന്യദൈവമായി ബന്ധപ്പെട്ട് ആരാധന നടത്തുന്നവരും ദൈവാരാധനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ നിഷേധ പ്രവർത്തനങ്ങൾ, നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, അഹിതമായ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ,
പാപം അങ്ങനെ അവരുടെ ജീവിതത്തിൽ കുന്നുകൂടുമ്പോൾ അവർ ദൈവത്തെ അനുസരിക്കാത്ത സന്തതികളായി മാറും. അവർക്ക് ദുരിതം. ദൈവവചനം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ എന്നോട് ആലോചന ചോദിക്കാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയിൽ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു. സഹായമോ നേട്ടമോ അവർക്ക് ലഭിച്ചില്ല. അവർക്ക് ലഭിച്ചത് ലജ്ജയും അപമാനവുമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാബുമാർ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയുടെ അഭയം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, വിജാതീയമായ കാര്യങ്ങളിലേക്ക്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളിലേക്ക് പോയി അവർ സങ്കേതം തേടി അഭയം പ്രാപിച്ച് ജീവിക്കുന്നവർ, അവർക്ക് ലഭിക്കുന്നത് ലജ്ജയായിരിക്കും. അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അപമാനമായിരിക്കും. നിത്യരക്ഷ അവർക്ക് ലഭിക്കില്ല എന്ന് വചനം പറയുക. അങ്ങനെയുള്ളവർ നിശ്ചലയായിട്ടിരിക്കുന്ന റാഹാബുമാരാണ് എന്ന് വചനം പറയുക. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതത്തിൽ വചനം അതുകൊണ്ട് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിച്ചില്ല. വ്യഭിചാരം എന്ന ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറയുക. ചില ദുർബോധങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞു കയറിയാൽ അത് വ്യഭിചാരമാകാം, സമ്പത്തിനോടുള്ള ആസക്തിയായിരിക്കാം, സ്ഥാനമാനങ്ങളോട് ആർത്തിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ ബോധ്യങ്ങളിലൂടെ അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം, നിരീശ്വര ചിന്തകളായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ ചില ദുർബോധങ്ങൾ ഉള്ളിൽ കയറിയാൽ അവർക്ക് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ പറ്റില്ല. കാരണം അവരുടെ പ്രവൃത്തികൾ അതാണ്. അതുകൊണ്ട് സ്നേഹമുള്ള നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്തവരുടെ ജീവിതം മരണം കയ്പുള്ളതായിരിക്കും. വിശുദ്ധ അൽഫോൻസ് ലീഗോരി പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്തവരുടെ മരണം കൈപ്പേറിയതായി മാറുമെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം പറയുകയാണ്, അവരുടെ മരണം കൈപ്പേറിയതാകാൻ ഉള്ള ഒന്നാമത്തെ കാരണം അവരുടെ ജീവിതത്തിൽ ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായൊരു അടുപ്പം. ഭൗതിക വസ്തുക്കൾ വേണ്ടെന്നല്ല, അതിനോട് അമിതമായ അടുപ്പം. ടൈറ്റാനിക് കപ്പലവിടെ നമ്മൾ വായിച്ചിട്ടുള്ള 1912 ഏപ്രിൽ മാസം 10-ാം തീയതി ഇംഗ്ലണ്ടിൽ ന്യൂയോർക്കിലേക്ക് അതിൻ്റെ കന്യയാത്ര നടത്തുകയാണ്. അത്യാഡംബരമായ ഒരു കപ്പൽ ടൈറ്റാനിക്. അതിൻ്റെ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. 2201 യാത്രക്കാരുണ്ടായിരുന്നു. പാട്ടും കൊട്ടും ആഘോഷമായിട്ടെല്ലാം മുമ്പിൽ അങ്ങനെ ആഘോഷിച്ചു പോകുമ്പോൾ അത് വലിയൊരു മഞ്ഞുമലയിൽ യാത്രയുടെ 4-ാം ദിവസം രാത്രി 11:43 മഞ്ഞുമലയിൽ ഇടിക്കുകയാണ്. അതിന് മുമ്പ് അനേകം വാണിങ്ങുകൾ കൊടുത്തു. ക്യാപ്റ്റന് വാണിങ്ങുകൾ കിട്ടി, പക്ഷേ ക്യാപ്റ്റൻ അവഗണിച്ചു. കാരണം ഈ കപ്പലിനെ ഒന്നിനും തകർക്കാൻ പറ്റില്ലെന്നുള്ളതാണ് അമിതമായ കോൺഫിഡൻസ്. മുന്നറിയിപ്പ് അവഗണിച്ചു. 11:43 മഞ്ഞുമലയിൽ തട്ടി. 3:30 ഇത് ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയി. ഈ കപ്പലിൽ അമിതമായ വിശ്വാസം ഉണ്ടായിരുന്നതും ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് 64 ലൈഫ് ബോട്ടും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടായിരുന്നു. പക്ഷേ 20 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 20 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അനേകർ വെപ്രാളപ്പെട്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുന്ന സമയത്ത് ഈ കപ്പലിൽ 3 വൈദികരുണ്ടായിരുന്നു. 3 വൈദികർ, ഒരു ജർമ്മൻകാരൻ, ഒരു ലിത്വാനിയക്കാരൻ, അതുപോലെ തന്നെ ഒരു ന്യൂയോർക്കുകാരനുണ്ടായിരുന്നു. അതിൽ ന്യൂയോർക്കിലേക്ക് പോകുന്ന ഒരു വൈദികൻ ഇംഗ്ലണ്ടിൽ പോയത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിവാഹം ആശീർവദിക്കാൻ പോയതാണ് ഈ കപ്പലിൽ. അങ്ങനെ ഈ 3 വൈദികരും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ മുഴുവൻ വെപ്രാളപ്പെട്ട് മരണഭീതിയോടുകൂടി കടന്നു പോകുമ്പോൾ ഈ 3 വൈദികർ സ്ട്രോങ് ആയിരുന്നു. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ട് കൊടുത്താ. അവർ പറഞ്ഞു ലൈഫ് ബോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ലൈഫ് ബോട്ട് വേണ്ട, ഞങ്ങൾ ഇവരെ നിത്യതയിലേക്ക് ആനയിക്കേണ്ടവരാന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇവരുടെ കൂടെ ഉള്ളൂ, ഇവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ 3 വൈദികർ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. മരണപരാക്രമത്തിൽ ഓടി നടന്നവരെ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു, കുമ്പസാരിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവർ ഒരു ആത്മീയമായ ഒരു പ്രത്യേകമായൊരു അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്ന് ഇവർ പാട്ടുപാടി ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കാരണം നിത്യതയെക്കുറിച്ചുള്ള അറിവ് കൊടുത്തു. അനേകർ സ്വർഗത്തിലെത്തി, അനേകരെ മാനസാന്തരപ്പെടുത്താൻ പറ്റി. അതുകൊണ്ട് ഈ 3 വൈദികരെ ഇന്ന് വിശുദ്ധരുടെ പട്ടികയിലേക്കെല്ലാം ഉയർത്താൻ വേണ്ടുന്ന നാമകരണ നടപടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളൊരു ഭൗതികമായ അടുപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത പോകും. ഭൗതികമായ അടുപ്പം കൂടി
ആഘോഷിക്കാൻ വേണ്ടി പോയവരെ നിത്യതയിലേക്കും സ്വർഗത്തിലേക്കും കുറിച്ച് നയിക്കാനായിട്ട് ഈ 3 വൈദികർ അതിലുണ്ടായിരുന്നത് കൊണ്ട് സാധിച്ചു. അവരും അവരോടൊപ്പം ആഴിയുടെ ആഴങ്ങളിൽ കടന്നു ചെന്നു. പക്ഷെ സ്വർഗത്തിൽ അവരെത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 11-ഉം 12-ഉം വചനത്തിൽ പറയുന്നുണ്ട്, തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവർ വിസമ്മതിച്ചു. എന്നിട്ട് വചനം പറഞ്ഞിങ്ങനെയാണ്, നമ്മുടെ അസ്തിത്വത്തെ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ കുറവ് വന്നു. അപ്പോൾ അതുകൊണ്ട് ജീവിതം മുഴുവനും ആദായകരമായ കാര്യങ്ങൾ ചെയ്യാൻ, അലസമായ വിനോദങ്ങളിൽ ഏർപ്പെടാൻ അനേകർ തങ്ങളുടെ ജീവിതത്തെ ചെലവഴിച്ചു. വചനം പറയുക, നമുക്കറിയാം ആദായകരമായ കാര്യങ്ങൾ. 2 വെച്ചാൽ 4 കിട്ടണം, 4 വെച്ചാൽ 16 കിട്ടണം, 16 വെച്ചാൽ 32 കിട്ടണം, അല്ലേ? അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് മനുഷ്യൻ്റെ ത്വര, സമ്പത്തിനുള്ള ആർത്തിയാണ്. അതിങ്ങനെ പോകും. ആദായകരമായ പല കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത അനേകർ നഷ്ടപ്പെട്ടു എന്ന് ദൈവവചനം പറയാം. അലസവിനോദങ്ങൾ, അലസമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട്, അത് ടി വിയിലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചുകളായിരിക്കാം. അതോടുകൂടി ദൈവത്തെ വിട്ടു, ദൈവിക കാര്യങ്ങൾ വിട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. രണ്ടാമത്തെ കാര്യം, ഒരുവൻ്റെ മരണം കൈപ്പേറിയതായിട്ട് മാറാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നത് അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യം ഇതാ: കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളുടെ കുറ്റബോധം. ചില കുറ്റബോധങ്ങളിലൂടെ ഇന്ന് ആൾക്കാർ കടന്നു പോവുക. കുറ്റബോധങ്ങൾ കഴിഞ്ഞ കാലം ചെയ്ത ഒരു, നമുക്കറിയാം, പ്രോ ലൈഫൊക്കെ ആരംഭിച്ചൊരു വ്യക്തിയുണ്ട്, ഡേവിഡ് നാഥാൻസൺ എന്ന് പറയുന്ന, അല്ല ബെർണാഡ് നാഥാൻസൺ എന്ന് പറയുന്നൊരു ഡോക്ടറാണ്. ഈ ഡോക്ടർ പ്രോ ലൈഫ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ വേണ്ടുന്ന ആത്മീയ പരിശീലനം നൽകിയിട്ടില്ല. ധാർമ്മികബോധം കൊടുക്കാത്തത് കൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പലരുമായിട്ടും പ്രേമിച്ച് പല പെൺപിള്ളേർക്കും കുട്ടിയുണ്ടായി. അത് കഴിഞ്ഞ് അവസാനം റൂത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരത്തിയുമായി പ്രണയിച്ചു. അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇവള് പറഞ്ഞു, പറ്റില്ല, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കല്യാണം കഴിക്കാം, പക്ഷെ നിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ അബോർഷൻ ചെയ്തേ പറ്റൂ. ഇവൾക്ക് അബോർഷൻ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഇവനെ വേണം, അല്ലെങ്കിൽ വിട്ടുപോകും. അതുകൊണ്ട് അബോർഷൻ ചെയ്യാൻ ഇവൾ സമ്മതിച്ചു. ഈ ഡോക്ടർ സ്വന്തം കൈകൊണ്ട് അവളിൽ ഈ ഡോക്ടർ കൊണ്ടായ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു. പിന്നീട് ഈ ഡോക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പിന്നെ ഡോക്ടറുടെ മെയിൻ പരിപാടി അബോർഷൻ ചെയ്യുന്ന പരിപാടികളായിരുന്നു. 5000 അബോർഷൻ സ്വന്തം കൈകൊണ്ട് ചെയ്തു. 15,000 അബോർഷൻ നടത്താൻ വേറെ ഡോക്ടർമാരുടെ കൂടെ സഹായിച്ചു. അങ്ങനെ ഈ ഡോക്ടറുടെ നേതൃത്വത്തിൽ നേരിട്ടും അല്ലാതെയുമായി 60,000 അബോർഷൻസ് അദ്ദേഹം നടത്തി. അങ്ങനെ അബോർഷൻസ് എല്ലാം നടത്തി അമേരിക്കയിൽ 1973 അമേരിക്കയിൽ അബോർഷൻ നിയമപരമായിട്ട് അനുവാദം കിട്ടാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് അദ്ദേഹം അനുവാദം മേടിച്ചു. അങ്ങനെ 73 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിൽ 60,000-ലധികം അബോർഷൻസ് ഈ ഡോക്ടർ നടത്തിച്ചു. 79 ആയപ്പോഴത്തേക്കും ഈ ഡോക്ടർ ചെയ്ത അബോർഷൻ്റെ എല്ലാം ഫലമായിട്ട് ഇദ്ദേഹത്തിന് കണ്ണ് തുറന്നിരുന്നാലും ഈ മരിച്ച് അബോർഷനിലൂടെ പോയ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത കയറി, കുറ്റബോധം. കണ്ണുകൾ കാണുന്നില്ല, കണ്ണ് തുറന്നിരുന്നാലതെ, കണ്ണടച്ചിരുന്നാലതെ, ഉറങ്ങാൻ കിടന്നാലതെ, ഈ പിള്ളേരുടെ നിലവിളികളും ഇതെല്ലാമാണ് ഇയാൾ കാണുന്നത്, കേൾക്കുന്നത്. ഉറങ്ങാൻ പറ്റിയില്ല ഇയാൾക്ക്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് അബോർഷൻ ശരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് അൾട്രാസൗണ്ട് ടെക്നോളജിയിലൂടെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഒരു അബോർഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാൻ അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്തെടുത്തു. അപ്പോൾ ഈ അബോർഷന് ചെയ്യാൻ വേണ്ടി അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ കത്തി ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുന്ന, ഈ ഉദരത്തിലൂടെ ഓടി നടക്കുന്ന ദാരുണമായ സംഭവം റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ഈ കത്തി വന്നിട്ട് കൈയും കാലൊക്കെ പറിച്ചെടുത്ത് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുന്നത്. ഇത് കണ്ടതോടുകൂടി ഈ ഡോക്ടർ ഭയങ്കര വിഷമം കയറി, കുറ്റബോധം പോലെയെല്ലാമായി. ഈ ഡോക്ടർ തീരുമാനിച്ചു, ഞാനായിട്ട് ഇവിടെ അമേരിക്കയിൽ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലീഗൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞ് സംഘടന ഉണ്ടാക്കിയെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത ഈ കാര്യങ്ങൾ അതിനൊരു പേരിട്ടു, നിശബ്ദമായ നിലവിളി, ദ സൈലന്റ് സ്ക്രീം എന്ന് പേരിട്ട് അദ്ദേഹം 1979 അദ്ദേഹം ഇനി അബോർഷൻ നടത്തില്ല.
അബോർഷൻ നടത്തില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം പ്രോ ലൈഫ് മൂവ്മെൻ്റ് ആരംഭിച്ച ആദ്യത്തെ വീഡിയോ ഇതാ, ദ സൈലൻറ്റ് സ്ക്രീം, നിശബ്ദമായ നിലവിളി. സ്നേഹമുള്ളവർ, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലെ കുറ്റബോധം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാനൊരു പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരം 5:30 ഒരു അപ്പോയിൻറ്റ്മെൻ്റ് എടുക്കുകയാണ്. ഒരു സാറ് അപ്പോയിൻറ്റ്മെൻ്റ് എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫും ടീച്ചറാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു അച്ഛന് ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ട് വന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ 5:30 സമയത്ത് വന്നു. എന്നിട്ട് ഈ സാറ് പറയുകയാണ്, ഈ ടീച്ചറിൻ്റെ കാര്യം പറയുകയാണ്, 29 വർഷമായിട്ട് ശ്വാസം മുട്ടലും വലിവും ഇത് മാറുന്നില്ല. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ സ്കൂളിൽ ചെന്ന് ചോക്ക് കണ്ടാൽ, കുഞ്ഞു കുട്ടികളെ കണ്ടാൽ, അറ്റൻഡൻസ് എടുത്താൽ ഇത് ബോധം കെട്ട് വീഴുകയാണ്. പിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല, ശ്വാസം കെട്ടാതെ ബോധം കെട്ടുവാൽ വീഴും. അച്ഛൻ എത്ര ചികിത്സ നടത്തിയിട്ട് 29 വർഷമായിട്ട് ചികിത്സ ചെയ്തിട്ടും മാറുന്നില്ല. അച്ഛനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ശരി, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞു, എത്ര അബോർഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയെന്ന് ചോദിച്ചു. ഇത് ചോദിക്കുകയും ഈ അബോർഷൻ എന്ന് വാക്ക് കേട്ടത് ഈ കസേരയിൽ ഇരുന്ന ഈ ടീച്ചർ താഴേക്ക് മറിഞ്ഞു വീണു. അതിന് ബോധം പോയി. ഭർത്താവ് പിടിച്ചേൽപ്പിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനെ കുടിപ്പിക്കുകയും തലയിലൊഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ബോധം തെളിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറയാം, 2 അബോർഷൻ നടത്തി വെച്ചാന്ന് പറഞ്ഞു. 2 അബോർഷൻ നടത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് ശേഷം ഒരു കുട്ടിയുണ്ടായി, 3ാമത്തെ കുട്ടിയുണ്ട്. പക്ഷേ ഈ അബോർഷൻ നടത്തിയതിന് ശേഷം അന്ന് മുതൽ ഇതിന് ഭയങ്കര കുറ്റബോധം കയറി, പാപബോധം കയറി. ഇതെല്ലാം കഴിഞ്ഞ കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. കുമ്പസാരിച്ചെന്നൊക്കെയാണ് ഇത് പറയുന്നത്. പക്ഷേ ഇത് കുറ്റബോധമായിട്ട് കടന്നു. പിന്നീട് ഈ സഹോദരിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പോയി നല്ല കുമ്പസാരം നടത്താൻ പറഞ്ഞു, അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള പരിഹാര കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇത് ടീച്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നെഹമ്യാ മിഷൻസിൻ്റെ ജയമാല സഖ്യസേനയിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇൻ്റർവെൽ സമയത്ത് കൊന്ത കെട്ടുന്നുണ്ട്, ആ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. ഈ ടീച്ചർ 2500 ജപമാല തന്നെ കെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വന്നു. കുറ്റബോധം വിട്ടുപോയി, പാപബോധം വിട്ടുപോയി. സ്നേഹമുള്ളതിൽ ഈ കുറ്റബോധത്തിൽ മരണം കൈപ്പേറിയതായിട്ട് മാറേണ്ടതാണ്. സംഗീത പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. സ്നേഹമുള്ള അനേകരുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേട്ടയാടുന്ന പാപങ്ങളുണ്ടെങ്കിൽ ഈ കൺവെൻഷനോടുകൂടി നമ്മൾ അത് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കുമ്പസാരിച്ചും പരിഹാരം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരു വചനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20 വചനം പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങളുടെ പാപങ്ങളെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായിട്ടെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അവരെ കുറ്റപ്പെടുത്തും. മുഖത്ത് നോക്കി നമ്മെ കുറ്റപ്പെടുത്തുന്ന ചില പാപങ്ങളുണ്ടായെങ്കിൽ അത് നിത്യതയ്ക്ക് നമ്മെ തടയുന്നതാണ്. മരണം കൈപ്പേറിയ മരണമായിട്ട് മാറും. അതുകൊണ്ട് നിത്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ച് നിത്യജീവിതം നേടിയെടുക്കണം. ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുത്താലും നമ്മൾ ഫൈനൽ റൗണ്ടിൽ വിജയിക്കുന്നവരല്ല. ഫൈനൽ റൗണ്ടിൽ വിജയിക്കണം, വിജയമാണ് എന്ന് പറയണമെങ്കിൽ, ട്രോഫി നേടണമെങ്കിൽ നിത്യത കിട്ടിയേ പറ്റൂ.